സോ ഞാൻ ഈ ഒരു സ്ക്രീന് ഷെയർ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്നിട്ട് നോക്കാം. നോക്ക്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മെയിനായിട്ട് പാർട്ട് ബിയും പാർട്ട് സിയും ആണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല, അതവിടെ നിൽക്കട്ടെ. പാർട്ട് ബിയിൽ നമുക്ക് മെയിനായിട്ട് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ അധികം തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നമുക്ക് പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നോക്ക്, ഈ ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടാവും എന്ന് കരുതാണ് അല്ലെ? സ്ക്രീൻ ഓക്കെ തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ സ്ക്രീന് വേണമെങ്കിൽ നിങ്ങൾക്കും സൂം ചെയ്യാം. നിങ്ങളുടെ മൊബൈലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഇപ്പോൾ ഗൂഗിൾ മീറ്റിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വാല്യൂസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അത് സൂം ചെയ്യാൻ പറ്റും സ്ക്രീൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം having 8 meter length carrying a UDL of 16 kilonewton per meter over the entire span and a point load of 24 kilonewton 2 meter from the left support. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഡയഗ്രാമും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ വരയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ ആ ഒരു ബീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബീമിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്ക്. ബീമിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞു അല്ലെ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 8 മീറ്റർ ലെങ്ത് ആണ് ടോട്ടൽ അല്ലെ? 8 മീറ്റർ ലെങ്ത്തിലാണ് ആ ബീം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബീമിന്റെ മുകളിൽ വന്നിട്ടുള്ള ലോഡുകൾ 2 രീതിയിൽ അവിടെ ലോഡ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ ലോഡാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് 16 കിലോന്യൂട്ടൺ പെർ മീറ്ററിന്റെ UDL വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡും വന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 കിലോന്യൂട്ടൺ ആണ്. അപ്പൊ 24 കിലോന്യൂട്ടൺ എവിടെ വന്നിട്ടുള്ളത്? ആ ബീമിന്റെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. അതാണ് ലാസ്റ്റ് ആ സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ UDL എവിടെ ആക്ട് ചെയ്യുന്നത്? UDL ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഓവർ ദ എൻറ്റയർ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ഫിഗർ വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, ആ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സംഭവങ്ങൾ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നോക്ക്, നമ്മോട് പറഞ്ഞിട്ടുള്ളത് ബീം അല്ലെ? ഒരു ബീമുണ്ട്. ബീമിന്റെ ലെങ്ത് എന്ന് വെച്ചാല് 8 മീറ്റർ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് അല്ലെ? 2 സൈഡിലും ഇതുപോലെ റിയാക്ഷൻ ഉണ്ടാവും, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം. ഇനി ആ ബീമിൽ വന്നിട്ടുള്ള ലോഡ് എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് UDL ഉണ്ട് അല്ലെ? അപ്പൊ UDL നമ്മൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്യാറ് അല്ലെ? ബീമിന്റെ മുകളിൽ UDL ഇങ്ങനെയാണ് കാണിക്കാറുള്ളത്. അതുപോലെ തന്നെ പോയിന്റ് ലോഡും ഉണ്ട് അല്ലെ? ആ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. അത് എവിടെയാണ്? ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 2 മീറ്റർ അകലെ. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് 2 മീറ്ററിലാണ്. നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് ഈ ഒരു ബീമിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ 8 മീറ്റർ ആണ് അല്ലെ? അതുപോലെ അതിന്റെ ലോഡിങ് എത്രയാ പറഞ്ഞിട്ടുള്ളത്? ലോഡിങ് എന്താ? 24 കിലോന്യൂട്ടൺ ആണ് ആ ഒരു വാല്യൂ, പോയിന്റ് ലോഡ്. അതുപോലെ തന്നെ UDLന്റെ വാല്യൂ 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, സോ ഇത് 24 കിലോന്യൂട്ടൺ, അതുപോലെ ഇത് 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് വായിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാനായിട്ട് പറ്റുക അല്ലെ? ഇത് ഓക്കെ അല്ലേ? ഇത് വരച്ചത് ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഉണ്ടോ? ഓക്കെ തന്നെയല്ലേ? കാരണം ഫിഗർ ആദ്യം വരച്ചെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? വേറെ ഒന്നും പറയാത്തെ? ഓക്കെ.
ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ മാറ്റം എന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, ഇനി നോക്കും. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാല് സപ്പോർട്ട് റിയാക്ഷൻ കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. സപ്പോർട്ട് റിയാക്ഷൻസ് അപ്പൊ അതെങ്ങനെ കാണും? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അപ്പൊ അത് ശരിക്കും സപ്പോർട്ട് റിയാക്ഷൻ കാണുന്നതൊക്കെ നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ അല്ല എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നോക്ക്, സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ എങ്ങനെ കാണാം? ഫസ്റ്റ് ഒരു കണ്ടീഷൻ എന്നുള്ളത് സിഗ്മ എഫ് വൈ അല്ലെ, ടോട്ടൽ ലോഡ്, ഈ ബീമിൽ വന്ന് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. ശരിക്കും ഇവിടെ ഒരു പേരുകൾ കൊടുക്കുകയാണ്. ഈ ലെഫ്റ്റ് സപ്പോർട്ട് എയും അതേപോലെ റൈറ്റ് സപ്പോർട്ട് ബി എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് താഴ്ന്ന്, അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ വന്നിട്ടുള്ള റിയാക്ഷൻ ഇത് ആർ എ ആണ്, ഇത് ആർ ബി ആണ്, റിയാക്ഷനറ്റ് ബി. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആർ എ പ്ലസ് ആർ ബി അല്ലെ, ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. സോ ടോട്ടൽ ലോഡ് എന്താണ്? നമുക്ക് ഇവിടെ രണ്ട് ലോഡുകളല്ലേ വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു പോയിന്റ് ലോഡ് അല്ലെ, 24 കിലോ ന്യൂട്ടന്റെ ആ ഒരു പോയിന്റ് ലോഡും, അതുപോലെ തന്നെ യു ഡി എൽ അല്ലെ, യു ഡി എല്ലിന്റെ വാല്യൂ 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു മീറ്ററിൽ 16 കിലോ ന്യൂട്ടൺ ആണ് ആ യു ഡി എൽ. അപ്പൊ നമുക്ക് ഇവിടെ ബീം എത്ര മീറ്റർ ആണുള്ളത്? 8 മീറ്റർ ഉണ്ട് അല്ലെ. ഇപ്പൊ 8 മീറ്ററിൽ ആ യു ഡി എൽ കാരണമുള്ള ടോട്ടൽ ലോഡ് എത്ര ഉണ്ടാവും? യു ഡി എൽ കാരണമുള്ള എന്ന് വെച്ചാൽ യു ഡി എൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ബീമിൽ വരുന്ന ടോട്ടൽ ലോഡ് എത്രയാണ്? ഒരു മീറ്ററിന് 16 ആണ്. നമുക്ക് ബീം എന്ന് വെച്ചാൽ 8 മീറ്റർ ആണ്. അപ്പൊ അതെങ്ങനെ കാണും? 16 × 8 എന്ന് ചെയ്താൽ മതി. അപ്പൊ അത് കിട്ടും. അപ്പൊ യു ഡി എൽ കാരണം ലോഡ് കിട്ടും. പിന്നെ ഈ ഒരു പോയിന്റ് ലോഡ് കാരണമുള്ള ലോഡ് എത്രയാണ്? അത് 24 കിലോ ന്യൂട്ടൺ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 24 പ്ലസ് 16 × 8 എന്ന് എഴുതാം. ഓക്കെ അല്ലെ? ഇതൊക്കെയാണെന്ന് കരുതുന്നു. ഓക്കെ, സോ ഇത് ബേസിക് ആയിട്ട് മെക്കാനിക്സിൽ ഉള്ളതായിരുന്നതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സോ അത് 152 എന്ന് കിട്ടും. 152 കിലോ ന്യൂട്ടൺ ആണ് ആർ എ പ്ലസ് ആർ ബി. ഓക്കെ, സോ ആർ എ പ്ലസ് ആർ ബി വന്നിട്ടുള്ളത് 152 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൊമെന്റ് കാണും. സോ മൊമെന്റ് അബൌട്ട് എ എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൊമെന്റ് എടുക്കുക. സോ എന്റെ ബേസിൽ മൊമെന്റ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ആർ ബി അല്ലെ, ആർ ബി ഇൻറ്റു 8 എന്ന് വെച്ചാൽ ആർ ബി ഇൻറ്റു ആ ഡിസ്റ്റൻസ് അല്ലെ, ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്റർ ആണ്. സോ ആർ ബി ഇൻറ്റു 8 എന്ന് എഴുതി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഈ 24 കിലോ ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് അല്ലെ, 24 കിലോ ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എത്രയാണ്? 24 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, 24ൽ നിന്ന് അല്ലെങ്കിൽ 24 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? എയിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. സോ 24 × 2 എന്ന് എഴുതാം. ഓക്കെ അല്ലെ? ഇനി എന്താ ഉള്ളത്? ഇനി യു ഡി എൽ കാരണമുള്ള മൊമെന്റ് അല്ലെ. ഇപ്പൊ യു ഡി എൽ കാരണമുള്ള ഫോഴ്സ് നമ്മൾ ആദ്യം എഴുതണം. എത്രയാണത്? 16 × 8. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യു ഡി എൽ കാരണമുള്ള ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 16 × 8. ഇനി അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ സെൻട്രോയിഡിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് സെന്ററിൽ ഉണ്ടാവും. ആ 8 മീറ്ററിന്റെ സെന്ററിലാണ് എന്ത് ചെയ്യുക? ഈ യു ഡി എൽ കാരണമുള്ള അതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് അല്ലെ, ആ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് ഈ ഒരു എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അല്ലെ, ഈ 8ന്റെ പകുതി ഉണ്ടാവും, 4 മീറ്റർ. സോ 16 × 8 × 4 എന്നും കൂടി എഴുതാം. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ബിയുടെ വാല്യൂ കിട്ടും. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർ ബി ഈക്വൽ ടു 70 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. 70 കിലോ ന്യൂട്ടൺ. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, ആർ എ പ്ലസ് ആർ ബി എത്രയാണ്? 152 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ അതിൽ ആർ ബിയുടെ വാല്യൂ 70 എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആർ എയുടെ വാല്യൂ കിട്ടും അല്ലെ. സോ ആർ എ ഈക്വൽ ടു എന്താണ്? 152 മൈനസ് 70, ദാറ്റ് ഈസ് 82 കിലോ ന്യൂട്ടൺ. സോ നമുക്ക് ആർ എയും ആർ ബിയും കിട്ടിയിട്ടുണ്ട് അല്ലെ. 70 അതുപോലെ തന്നെ 82 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലെ? ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇപ്പൊ പറയാം. ഞാൻ മെക്കാനിക്സിൽ മുന്നേ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് പോയിട്ടുള്ളത്. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഞാൻ അതിനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഏതെങ്കിലും സ്റ്റെപ്പ് ഇനി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റിയാക്ഷൻസ് കിട്ടി അല്ലെ. റിയാക്ഷൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം.
ഇങ്ങനെ വരും RA RB. സോ RB 70 ആണ്, RA നമ്മൾ പറഞ്ഞത് 82 ആണ് അല്ലെ. അതുപോലെ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 24 ആണ്, 24 kN. അതുപോലെ തന്നെ UDL ആക്ട് ചെയ്യുന്നുണ്ട് 16 അല്ലെ, 16 kN/m. സോ ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് കാണണം അല്ലെ. ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചോ. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ പോയിന്റിലത്തെയും ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് കണ്ടെത്തണം. ഓക്കെ, സോ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് നമുക്ക് എവിടേക്കാണ് വരുന്നിട്ടുള്ളത്, ഒന്ന് ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ, അതേപോലെ B എന്ന് പറഞ്ഞ പോയിന്റിൽ കാണണം, പിന്നെ ഈ ഒരു 24 kN ആക്ട് ചെയ്യുന്നില്ലേ ആ ഒരു പോയിന്റ്. സോ ആ പോയിന്റ് നമുക്ക് തൽക്കാലം C എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ പോയിന്റിലോട് വന്ന് ആക്ട് ചെയ്യുന്ന പോയിന്റിന് C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 പോയിന്റിന്റെയും ഷിയർ ഫോഴ്സ് നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം. നോക്ക്, സോ ഷിയർ ഫോഴ്സ് ആട്ടോ പറയുന്നത് ആദ്യം. ഷിയർ ഫോഴ്സ്, സോ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ഷിയർ ഫോഴ്സ്. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ഷിയർ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് RB തന്നെയാണ് അതിന്റെ വാല്യൂ വരിക അല്ലെ. റിയാക്ഷൻ അറ്റ് ബിയുടെ വാല്യൂ തന്നെയാണ് അതിന് വരിക അല്ലെ. ആ റിയാക്ഷൻ അറ്റ് ബിയുടെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ RBയുടെ വാല്യൂ എത്രയാണ്, ആരെങ്കിലും ഒന്ന് പറയും. നമ്മളിപ്പോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എത്രയാണ് RBയുടെ വാല്യൂ? 70 അല്ലേ. യെസ്, എന്തായാലും ഒന്നും ടൈപ്പ് ചെയ്യാത്ത. സോ അത് 70 ആണ് അല്ലെ. RBയുടെ വാല്യൂ നമ്മളിപ്പോ പറഞ്ഞില്ലേ, അത് 70 ആണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് B എന്താണ്, 70 ആണ്, 70 kN. ഡയറക്റ്റ് നമുക്ക് അത് എഴുതാൻ പറ്റും. യെസ്, 70. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ സൈനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈന് ഒന്നുകിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സാധാരണ പറയാറുള്ളത് റൈറ്റ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബീം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു ബീം കാണിക്കുന്നുണ്ട്. റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെക്ഷൻ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ആ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഫോഴ്സ് താഴെന്ന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇത് പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. നോക്ക്, നമ്മളിപ്പോ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു RB എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്, താഴെന്ന് മുകളിലേക്കാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാം. സോ ഇത് പ്ലസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ പറയുന്നുണ്ട്. അതിപ്പോ ഇനി പോസിറ്റീവ് ആക്കിയാലും നെഗറ്റീവ് ആക്കിയാലും കുഴപ്പമില്ല, ആൻസർ തെറ്റി പോകുന്നില്ല. ഓക്കെ ആണല്ലോ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോളേജസിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് അപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കോളേജിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലും ഇങ്ങനെ തന്നെയാണ്. ക്ലോക്ക് വൈസ് ആണ് പറയുന്നത്. ക്ലോക്ക് വൈസ് നമ്മൾ മൊമെന്റിന്റെ കേസിലല്ലേ പറയാം. ഷിയർ ഫോഴ്സിന്റെ കേസിൽ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും പറയാൻ പറ്റില്ല. ഓക്കെ, അതല്ല നമ്മൾ ഈ ഒരു സൈൻ കൺവെൻഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നോക്ക്, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പൊ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് അല്ലെ, റൈറ്റ് സൈഡിൽ മുകളിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴത്തോട്ടാണെന്നുണ്ടെങ്കിലും അതെന്താണ്, പ്ലസ് ആണ്. ഇനി നേരെ മറിച്ച് റൈറ്റ് സൈഡിൽ താഴത്തോട്ടും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ടും ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് ഷിയർ ഫോഴ്സിന്റെ കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഷിയർ ഫോഴ്സിന്റെ ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എല്ലാ പ്രോബ്ലംസ് ചെയ്യാം. ഷിയർ ഫോഴ്സ് സെക്ഷന്റെ റൈറ്റ് സൈഡിൽ മുകളിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡ് താഴത്തോട്ടാണെങ്കിലും പോസിറ്റീവ് ആണ്. ഇനി അതുപോലെ തന്നെ റൈറ്റ് സൈഡ് താഴത്തോട്ടും ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ടാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. സോ ഈ കേസിൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഷിയർ ഫോഴ്സ് അറ്റ് ബി ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്, താഴെന്ന് അല്ലെ, ആ സെക്ഷന്റെ റൈറ്റ് സൈഡിലാണ് ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ അത് താഴെന്ന് മുകളിലേക്കാണ്. സോ അതിന്റെ സൈൻ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ അല്ലെ. സോ അത് 70 kN എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുക, നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അല്ലെ. അപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് ഭാഗത്താക്കിയിട്ട് എടുക്കണം.
സോ എങ്ങനെ നമ്മൾ അത് എഴുതാം? ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് റൈറ്റ് ഓഫ് സി, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സി. ഈ രണ്ട് പോയിന്റത്തെയും കാണണം. നോക്ക്, സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇവിടുന്ന് കേട്ടോളൂ, റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം. സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ജസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ കേട്ടോ, ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഇനി എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സ് നമ്മൾ കാണാൻ പോവാണ്. സോ ഷിയർ ഫോഴ്സ് കാണുമ്പോൾ നിങ്ങൾ നോക്ക്, എങ്ങനെ നമ്മൾ ഷിയർ ഫോഴ്സ് കാണാം? ഈ ഒരു സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുന്നിട്ടുള്ള ഫോഴ്സിന്റെ ടോട്ടൽ സം അല്ലെ, അതാണ് ഷിയർ ഫോഴ്സ്. സോ ടോട്ടൽ സം എടുക്കുന്ന സമയത്ത് അവിടെ ഡയറക്ഷൻ പ്രത്യേകം നോക്കണം. നമുക്ക് ഡയറക്ഷൻ നോക്കണം എന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പൊ ഏതൊക്കെ ഫോഴ്സുകളാണ് വന്നിട്ടുള്ളത്? ഈ റൈറ്റ് സൈഡിൽ, ഈ ബീമിന്റെ റൈറ്റ് സൈഡിൽ ഏതൊക്കെ ഫോഴ്സുകൾ വന്നിട്ടുണ്ട് അല്ലെ, ഇതാണ് റൈറ്റ് സൈഡ്. ഇപ്പൊ ഇവിടെ ഏതൊക്കെ ഫോഴ്സുകൾ ഉള്ളത്? ഒന്നുള്ളത് ഈ യു ഡി എൽ ഉണ്ട് അല്ലെ, ഇത്രയും പോർഷനത്തെ യു ഡി എൽ ഉണ്ട് റൈറ്റ് സൈഡിൽ, ഇത്രയും പോർഷനിൽ യു ഡി എൽ ഉണ്ട്, അതൊരു ഫോഴ്സ് ആണ്. പിന്നെ ഏതാ ഫോഴ്സ് ഉള്ളത്? റൈറ്റ് സൈഡിൽ ഈ ഒരു ആർ ബി ഉണ്ട് അല്ലെ, ആർ ബിയും റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ആ രണ്ട് ഫോഴ്സുകളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റത്തെ കേസിൽ കൺസിഡർ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ അതെങ്ങനെ എഴുതാം? നോക്ക്, സോ ഫസ്റ്റത്തെ കേസിൽ ആർ ബി ഉണ്ട് അല്ലെ, ആർ ബിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 70 ആണ്. സോ 70 അതുപോലെ തന്നെ എഴുതി, പ്ലസ് ആണ്. പിന്നെ മുകളിൽ നിന്ന് താഴത്തോട്ടാണ് ഏത്? യു ഡി എൽ അല്ലെ, മുകളിൽ നിന്ന് താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെ, റൈറ്റ് സൈഡ് സെക്ഷന്റെ റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. സോ നമ്മൾ ഇവിടെ മൈനസ് എഴുതി. യു ഡി എൽ കാരണമുള്ള ഫോഴ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? യു ഡി എല്ലിന്റെ 16 കിലോ ന്യൂട്ടൺ അല്ലെ, 16 കിലോ ന്യൂട്ടൺ ആണ് അതിന്റെ ഇന്റൻസിറ്റി. ഇൻറ്റു എത്ര ലെങ്ത്തിൽ വന്നിട്ടുണ്ടാവും? ആ ഒരു ഇത്രയും പോർഷന്റെ ലെങ്ത് കാണാം അല്ലെ. സി എന്ന് പറഞ്ഞ പോയിന്റിക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എത്ര ദൂരം ഉള്ളത്? ബി ടു സി എത്രയാണ് ലെങ്ത് വന്നിട്ടുള്ളത്? ആരെങ്കിലും പറയും? 6 മീറ്റർ അല്ലെ. സോ 16 ഇൻറ്റു 6 എന്ന് എഴുതാം, 16 ഇൻറ്റു 6. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് റൈറ്റ് ഓഫ് സി. സോ അതിന്റെ വാല്യൂ എത്ര വന്നിട്ടുള്ളത് ജസ്റ്റ് നോക്കട്ടെ. വന്നിട്ടുള്ളത് 70 മൈനസ് ഇത് എത്രയുടെ വാല്യൂ എന്ന് പറഞ്ഞേ? 26 ആണോ? മൈനസ് 26 ആണോ വരുന്നത്? 16 ഇൻറ്റു 6 എത്ര വരും? 80 ഒരു 16 96 അല്ലെ. അപ്പൊ 26. യെസ്. സോ അത് മൈനസ് 26 വരും, മൈനസ് 26 കിലോ ന്യൂട്ടൺ വരും അല്ലെ. യെസ്. അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സി അല്ലെ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക, സിയുടെ ജസ്റ്റ് ലെഫ്റ്റിൽ എടുക്കുക, എന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് തന്നെ നോക്കുക. ഓക്കെ, അപ്പൊ അവിടെ എന്ത് വരും? ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഫോഴ്സിന്റെ പുറമെ എന്തും കൂടെ ഉണ്ടാവും? ഈ ഒരു 24 കിലോ ന്യൂട്ടൺ കൂടെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് വരും വാല്യൂ? ഇപ്പൊ നമ്മൾ എഴുതിയ ഈ ഒരു സംഭവം അതുപോലെ തന്നെ എഴുതാം. 70 മൈനസ് 16 ഇൻറ്റു 6 മൈനസ് അല്ലെ, അതും മുകളിൽ നിന്ന് താഴത്തോട്ട് തന്നെയാണ് അല്ലെ. അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞത് 24 ആണ് അല്ലെ. യെസ്, 24. സോ ഇതിന്റെ വാല്യൂ എന്ത് വരും? മൈനസ് 50 കിലോ ന്യൂട്ടൺ എന്ന് വരും, 50 കിലോ ന്യൂട്ടൺ അല്ലെ. യെസ്. അപ്പൊ ആ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് അറ്റ് എ അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് ഷിയർ ഫോഴ്സ് എങ്ങനെ കാണും? നമ്മൾ നേരത്തെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? റിയാക്ഷൻ അറ്റ് ബി എഴുതി അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് അറ്റ് എ കാണാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ അറ്റ് എ കണ്ടാൽ മതി, അല്ലെങ്കിൽ എ ചെയ്താൽ മതി. സോ റിയാക്ഷൻ അറ്റ് എയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 82 അല്ലെ, 82 കിലോ ന്യൂട്ടൺ ആണ്. സോ 82 കിലോ ന്യൂട്ടൺ അത് കൊടുത്തു. അതിന്റെ സൈന് വരിക നെഗറ്റീവ് ആണ്, കാരണം അത് താഴെ നിന്ന് മുകളിലോട്ടാണ് അല്ലെ. നമ്മൾ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലാണ്. സോ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ നിന്ന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഏത് കേസാണ് വരിക? ഈ ഒരു കേസാണ് വരിക അല്ലെ, ഈ കേസ്. സോ ലെഫ്റ്റ് അപ്വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി? -82 എന്ന് എഴുതി.
ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ എല്ലാ വാല്യൂസും ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് വരയ്ക്കാം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റ്സിന്റെയും വാല്യൂസ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? ഇതിൽ ഈ ഒരു വാല്യൂസ് കണ്ടെത്തിയതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇപ്പൊ നമ്മൾ 3 വാല്യൂസ് ഇവിടെ കണ്ടെത്തി ഷിയർ ഫോഴ്സിന്റെ കേസിൽ അല്ലെ. ഒന്ന് ഇത് ഷിയർ ഫോഴ്സ് അറ്റ് ബി കണ്ടു, പിന്നെ ഷിയർ ഫോഴ്സ് റൈറ്റ് ഓഫ് സി, ലെഫ്റ്റ് ഓഫ് സി, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് എ. ഇപ്പൊ എയിലത്തെയും ബിയിലത്തെയും നമ്മൾ പറഞ്ഞത് എന്താണ്? അത് റിയാക്ഷൻ തന്നെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. പിന്നെ സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുത്തത് എന്താണ്? അവിടെ ഒരു പോയിന്റ് ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്ത് ചെയ്യും? നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന്റെ 2 സൈഡത്തെയും വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലെഫ്റ്റ് സി ഷിയർ ഫോഴ്സ് അറ്റ്. ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ സൗണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി പറഞ്ഞു. നേരത്തെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് കേട്ടിട്ടില്ലായിരുന്നു. ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സി. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സി ആണോ അതോ റൈറ്റ് ആണോ പറഞ്ഞേ? മൂന്നാമത്താണോ പറഞ്ഞേ? ലെഫ്റ്റ് ഓഫ് സി. ലെഫ്റ്റ് ഓഫ് സിയിൽ ഇതുപോലെ തന്നെ ഇടാം. നമ്മൾ റൈറ്റ് ഓഫ് സി എടുത്തില്ലേ? റൈറ്റ് ഓഫ് സി ഇതിപ്പോ നമ്മൾ എങ്ങനെ കണ്ടത്? ആദ്യം റൈറ്റ് ഓഫ് സി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അല്ലെ ഈ സെക്ഷനല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടെ ഈ സെക്ഷൻ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന്റെ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ഫോഴ്സിന്റെ സമ്മ് കണ്ടു. അതുപോലെ തന്നെ അതൊക്കെ അല്ലേ റൈറ്റ് ഓഫ് സി എടുത്തത്? ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഓഫ് സി. ലെഫ്റ്റ് ഓഫ് സി എന്ന് വെച്ചാൽ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കണം എന്നല്ല നമ്മൾ പറഞ്ഞത്. റൈറ്റ് സൈഡിലേക്ക് തന്നെ നോക്കേണ്ടത്. പക്ഷെ നമ്മൾ എടുക്കുന്ന സെക്ഷൻ എവിടെയാണ്? സിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. സോ സിയുടെ ലെഫ്റ്റ് സൈഡിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ എടുത്തിട്ട് ടോട്ടൽ ഫോഴ്സുകൾ നോക്കുക. സോ ടോട്ടൽ ഫോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തൊക്കെ വരും? ഈ 70 കിലോന്യൂട്ടൺ കാരണമുള്ള അല്ലെ ഫോഴ്സ് ഉണ്ട്. പിന്നെ ഈ UDL കാരണമുള്ള ആ ഫോഴ്സ് ഉണ്ട്. അതിന് പുറമെ എക്സ്ട്രാ എന്താ വന്നിട്ടുള്ളത്? ഈ പോയിന്റ് ലോഡ് വന്നിട്ടുള്ള അല്ലെ, ഈ പോയിന്റ് ലോഡ് കാരണമുള്ള ഫോഴ്സും ഉണ്ട് അല്ലെ. വേണമെങ്കിൽ ഒന്നുകൂടി വരയ്ക്കാം, അവിടെ കൺഫ്യൂഷൻ വരണ്ട. ഇങ്ങനെയല്ല നമ്മളെ ബീമുള്ള ഇവിടെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ആണ് സി. സോ നമ്മൾ ഇവിടെ സെക്ഷൻ എടുക്കുകയാണ്, ജസ്റ്റ് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ടോട്ടൽ ഫോഴ്സുകളൊക്കെ ഏതൊക്കെയാണ്? ഒന്ന് ഈ RB അല്ലെ, ഈ RB കാരണമുള്ള ഷിയർ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ UDL നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDL കാരണമുള്ള ഷിയർ ഫോഴ്സ് ഉണ്ട്. അതിന് പുറമെ ഈ ഒരു പോയിന്റ് ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് എത്രയാണ് വാല്യൂ? 24 അല്ലായിരുന്നോ? 24 കിലോന്യൂട്ടൺ. അപ്പൊ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? RB പോസിറ്റീവ് ആണ്. സോ RBയുടെ വാല്യൂ നമ്മൾ പറഞ്ഞത് 70 അല്ലായിരുന്നോ? യെസ്, അല്ലെങ്കിൽ RB അങ്ങനെ തന്നെ എഴുതാം. RB മൈനസ് എന്ത്? ഈ UDL കാരണം അല്ലെ. UDLന്റെ വാല്യൂ 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ 16 ഇൻറ്റു ഈ ലെങ്ത് എത്ര വന്നിട്ടുള്ളത്? സിയിലോട്ടുള്ള ദൂരം 6 മീറ്റർ. സോ 16 ഇൻറ്റു 6 എന്ന് എഴുതി. മൈനസ് പിന്നെ എന്തും കൂടെ ഉണ്ട്? ഈ 24 കിലോന്യൂട്ടൺ കൂടെ ഉണ്ട്. സോ അതെന്ത് ചെയ്യാം? -24 എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ആ ഒരു 50 അല്ലെ, -50 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ പറഞ്ഞതിൽ? ഏതെങ്കിലും സ്റ്റെപ്പിൽ വേറെ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഇല്ല എന്ന് കരുതാണ്. നമുക്ക് ഇനി അത് വരച്ചു നോക്കാം. ഓക്കെ, സോ അങ്ങനെ വരക്കാം. ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബീം ഒന്നും കൂടി ഇവിടെ എടുത്ത് വരയ്ക്കുന്നുണ്ട്. ബീം നമുക്ക് വരുന്നിട്ടുള്ളത് ഈ രീതിയിലാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. UDL ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് ലോഡും ഉണ്ട്. 24 കിലോന്യൂട്ടണും 16. നമ്മൾ ഷിയർ ഫോഴ്സ് വരയ്ക്കുന്നത് ഇതിന്റെ നേരെ താഴെ തന്നെ ആക്കിയിട്ട് വരയ്ക്കുക, എന്നെങ്കിൽ നമുക്ക് ആ ഒരു വേരിയേഷൻ കിട്ടുള്ളൂ. ഓക്കെ,
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ടു. എന്നിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാർക്ക് ചെയ്തു. നമുക്കിനി ആ രണ്ട് എൻഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ, സി എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തു തുടങ്ങിയാൽ മതി കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രയായിരുന്നു ഷിയർ ഫോഴ്സ്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടെത്തിയിട്ടില്ലായിരുന്നോ? അതിന് വാല്യൂ എത്രയായിരുന്നു? ഇതാ ഷിയർ ഫോഴ്സ് അറ്റ് ബി 70 ആണ് അല്ലെ, പ്ലസ് 70 ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്യാം. സോ പ്ലസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം, ഈ ഒരു ലൈനിന്റെ മുകളിലോട്ട് പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ജസ്റ്റ് ഒരു 70 മാർക്ക് ചെയ്യാം. 70 കിലോ ന്യൂട്ടൺ അത് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ അല്ലേ, നമ്മൾ സാധാരണ ഗ്രാഫ് വരക്കുന്ന പോലെ തന്നെ 70 അത് മാർക്ക് ചെയ്തിട്ടു. ഇനി നോക്കുക അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് ജസ്റ്റ് റൈറ്റ് ഓഫ് സി. ഇപ്പൊ സിയുടെ റൈറ്റ് സൈഡിൽ അല്ലെ എത്ര വന്നിട്ടുള്ളത്? -26 ആണ്. -26 എന്ന് വന്നിട്ടുണ്ട് വാല്യൂ. സോ ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. -26 എന്ന് പറയുമ്പോൾ ആ ലൈനിന്റെ താഴത്തോട്ട് വരും അല്ലെ. ഏകദേശം ഈ ഒരു പോയിന്റ് ഇവിടെ വരും, -26. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ വേറൊരു വാല്യൂ കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്രയാണ്? -50 ഉണ്ട്. സോ -50 അതും കൂടി മാർക്ക് ചെയ്യാം. അപ്പൊ -50 എന്ന് പറയുമ്പോൾ വീണ്ടും അതിന് താഴത്തോട്ടാണ് വരിക. സോ അത് മാർക്ക് ചെയ്തു. 50 കിലോ ന്യൂട്ടൺ മൈനസ് ആണ്, പ്രത്യേകം എഴുതിയിട്ടില്ല എന്നുള്ളൂ. കാരണം ഇത് ഗ്രാഫ് നമ്മൾ താഴത്തോട്ട് വരയ്ക്കുമ്പോൾ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ അടുത്തത് ഏതാണ്? ഷിയർ ഫോഴ്സ് അറ്റ് എ, അത് എത്രയാണ്? -82 അല്ലെ. സോ അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഏകദേശം -82 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 82 കിലോ ന്യൂട്ടൺ അല്ലെ. ഇങ്ങനെയാണ് വരിക. ഇത് ഓക്കെ അല്ലേ? പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഒരു ഗ്രാഫ് പോലെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് ഇത് ജോയിൻ ചെയ്യാൻ കാര്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിൽ ഈ രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ UDL വന്ന കാരണം അല്ലെ, ഈ BC എന്ന് പറഞ്ഞ സ്പാൻ അതല്ലേ അല്ലെ, റൈറ്റ് നമ്മൾ എടുത്തു പോരുന്ന സമയത്ത് B മുതൽ C എന്ന് പറഞ്ഞ പോയിന്റ് വരെ എന്താണ്, അവിടെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ UDL ആക്ട് ചെയ്യുന്നത് കാരണം അവിടെ ഒരു ലൈന് സ്ലോപ്പ് ആയിട്ട് ലൈൻ വരയ്ക്കുക. എന്ന് വെച്ചാൽ ഈ 26 എന്ന് പറഞ്ഞ പോയിന്റും 70 തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക കേട്ടോ. പിന്നെ ഇവിടെ എന്താണ്, സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. അത് കാരണം ഷിയർ ഫോഴ്സ് പിന്നെ ഇങ്ങനെ താഴത്തോട്ട് വരും. പിന്നെ വീണ്ടും എന്താണ്, ഇവിടെ ഈ ഒരു CA എന്ന് പറഞ്ഞ സ്പാനിൽ എന്താണ്, UDL തന്നെയാണ്. അപ്പൊ അത് കാരണം വീണ്ടും ഇതേപോലെ സ്ലോപ്പ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ പ്ലസ് എന്ന് എഴുതാം. അതുപോലെ ഇവിടെ നെഗറ്റീവ് മൈനസും കാണിക്കാം. ഇത്രയേ ഉള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ ആണോ? ഇപ്പൊ ഈ വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഒന്നുമില്ല. നമ്മൾ ആ 4 പോയിന്റത്തെയും വാല്യൂസ് ആദ്യം കണ്ടെത്തി. ആ കണ്ടെത്തിയ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് പോലെ മാർക്ക് ചെയ്തു അല്ലെ. നമ്മൾ മുകളിൽ ആ ബീം അതുപോലെ വരച്ചു. ആ ബീമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ടുള്ള ABC എന്ന് പറഞ്ഞ 3 പോയിന്റ് താഴത്തോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഓരോ പോയിന്റത്തെയും വാല്യൂസ് ഗ്രാഫ് പോലെ മാർക്ക് ചെയ്തു. പിന്നെ അത് ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, UDL വന്ന കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു സ്ലോപ്പിംഗ് ലൈൻ വെച്ചിട്ട് അവിടെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്പാനിൽ അതുപോലെ കാണിച്ചിട്ടുള്ള അതിന്റെ വേരിയേഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കാം. ഓക്കെ അല്ലേ? ഇത് ഷിയർ ഫോഴ്സ് ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ എടുത്ത വാല്യൂസിലും അതുപോലെ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലാജ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അരുൺ കൃഷ്ണൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ 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 സോ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഓരോ പോയിന്റത്തെയും ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ പോയിന്റത്തെയും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാണേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഈ കേസിൽ നമുക്ക് നോക്കേണ്ടത് ഒരു കാര്യമുണ്ട്. എപ്പോഴും
ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് മാക്സിമം വരിക? ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ അല്ലെ, ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു ആർ ബിയിൽ അല്ലെങ്കിൽ പോയിന്റ് ബിയിൽ 70 കിലോ ന്യൂട്ടൺ ആണ്. അത് സീറോട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് -26 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യാണ്? ആ ഒരു ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ എവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ വാല്യൂ 0 വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഇത് എന്തിനു വേണ്ടിയിട്ട് കാണുന്നത് എന്നുള്ളത് ഒന്നുകൂടി പറയാം. ജസ്റ്റ് നമുക്ക് ആദ്യം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ഒന്ന് എടുത്തു പോവാം, എന്നിട്ട് നമുക്കത് ഒന്നുകൂടി പറയാം, അപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ കഴിഞ്ഞു, ഇനി ബെൻഡിങ് മൊമെന്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ആണ് ഇനി പറയുന്നത് കേട്ടോ. ബെൻഡിങ് മൊമെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു 3 പോയിന്റത്തെയും ആദ്യം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ഒന്ന് എഴുതി നോക്കുകയാണ്. സോ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് സപ്പോർട്ടിങ് അല്ലെ, രണ്ട് സൈഡിലും റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം നമുക്ക് മൊമെന്റ് അറ്റ് ബി 0 എന്ന് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0 ആണ്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എയും 0 ആണ്. എന്തുകൊണ്ടാണ്? ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് എൻഡിത്തെയും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വാല്യൂ സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ അല്ലെ. നോക്ക്, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അപ്പൊ അതെങ്ങനെ കാണും? നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് കാണുന്ന സമയത്ത് അവിടെ ആ സി എന്ന് പറഞ്ഞ പോയിന്റിത്തെ രണ്ട് ഭാഗത്താക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലെ? അപ്പൊ നേരെ നമുക്ക് മൊമെന്റ് കണ്ടാൽ മതി. സി എന്ന് പറഞ്ഞ പോയിന്റിത്തെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടാൽ മതി. സോ അങ്ങനെ കിട്ടും. വേണമെങ്കിൽ ആ ബീം ഒന്നുകൂടി വരയ്ക്കാൻ, ഇനി നേരത്തെ വരച്ചതിൽ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മുടെ വാല്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. RA, RB, സി എന്ന് പറഞ്ഞ പോയിന്റിൽ അത് 24 അല്ലായിരുന്നു, 26 ആണോ? 24 കിലോ ന്യൂട്ടൺ ഉണ്ടായിരുന്നു. പിന്നെ ഒരു UDL ഉണ്ടായിരുന്നു, ഇത് 16 ആണ് അല്ലെ, 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണ്. എങ്ങനെ കിട്ടുക? ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ ഫോഴ്സ് എടുക്കുക? ഒന്നെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്. നമ്മളിപ്പോൾ തൽക്കാലം നേരത്തെ എടുത്ത പോലെ തന്നെ റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്. സോ റൈറ്റ് സൈഡിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് വന്നിട്ടുള്ളത്? ഒന്ന് ഈ RB ഉണ്ട് അല്ലെ. സോ RB ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ മൊമെന്റ് നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയത്, മൊമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? മൊമെന്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ എന്ത് വരും? ഈ RB കാരണമുള്ള ഫോഴ്സ് അല്ലെ. RB യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. RB യുടെ വാല്യൂ എത്രയായിരുന്നു? 70 ആയിരുന്നു, 82 ആയിരുന്നു? 70 അല്ലേ? യെസ്. വേണമെങ്കിൽ അത് ആദ്യം എഴുതാം, ഇതുപോലെ തന്നെ എഴുതാം. RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 6 മീറ്റർ ആയിരുന്നു അല്ലെ. സോ RB ഇൻറ്റു 6 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തെങ്കിലും വന്നിട്ടുള്ളത്? RB 70 തന്നെ അല്ലായിരുന്നോ? അതെ, ഓക്കെ. സോ RB ഇൻറ്റു 6 മൈനസ് എന്ത് ചെയ്യാം? UDL കാരണമുള്ള മൊമെന്റ്. സോ UDL കാരണമുള്ള ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യാം? 16 ഇൻറ്റു ആ ഡിസ്റ്റൻസ്, 16 ഇൻറ്റു 6. ഇനി ആ UDLന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ഒരു സിയിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇത്രയും UDL ഇത്രയും ഭാഗത്ത് UDL ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാരണം ആ UDLന്റെ സെന്ററിലാണ് അതിന്റെ സെൻട്രോയിഡ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും UDLന്റെ സെൻട്രോയിഡ് അല്ലെ. അപ്പൊ അത് എത്രയിലാണ് ഉണ്ടാവുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്ററിലാണ് ഉണ്ടാവുക. കാരണം ടോട്ടൽ 6 മീറ്റർ ആണ്. സോ അതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ 3 മീറ്റർ. സോ അതെന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു 3 എന്നും കൂടെ എഴുതുക. എന്നാലും അത് ഡിസ്റ്റൻസ് കൂടെ കവർ ചെയ്യുള്ളൂ കേട്ടോ. കാരണം നമുക്ക് മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ആ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു 3 മീറ്റർ.
ഓക്കെ അല്ലേ? സോ അത് വാല്യൂ എഴുതി നോക്കാം. RB 70 ആണ്. സോ 70 ഇൻറ്റു 6 മൈനസ് 16 ഇൻറ്റു 6 ഇൻറ്റു 3 ഈ വാല്യൂ ആണ് വരിക. ഓക്കെ, അപ്പൊ എത്ര വാല്യൂ വന്നിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ഒന്ന് നോക്കുവോ? 132 ആണോ? ഞാൻ ആൻസർ കീയിൽ 132 എന്നാണ് കാണുന്നത്. 132 കിലോ ന്യൂട്ടൺ മീറ്റർ. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ആരെങ്കിലും. സോ വാല്യൂ അതാണ് വരിക, 132 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വാല്യൂസ് കണ്ടതിൽ? ബെൻഡിങ് മൊമെന്റിന്റെ ഇപ്പൊ നമ്മൾ 3 വാല്യൂസാണ് കണ്ടത്. 2 എൻഡിലും 0 ആണ് വരിക, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം. പിന്നെ വന്നിട്ടുള്ളത് ആ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടത്. അപ്പൊ അത് കാണുന്ന മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വാല്യൂസ് എടുത്തതോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോ ഏത് സ്റ്റെപ്പിലും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇതിലാജ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. 132 കിലോ ന്യൂട്ടൺ മീറ്റർ ഓക്കെയാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റിപ്ലൈ ഇടാം. ബാക്കിയുള്ളവർക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടുന്നില്ലേ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. ബാക്കിയുള്ളവരുടെ ഒക്കെ എന്താ അവസ്ഥ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്, ആ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്ക്, നമ്മൾ ആ പോയിന്റ് അല്ലെ സി എന്ന് പറഞ്ഞ പോയിന്റിത്തെ വാല്യൂ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. അത് എത്രയാണ്? 132 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. പക്ഷെ നമുക്ക് മാക്സിമം വാല്യൂ അവിടെ അല്ല വരുന്നത്. ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ മാക്സിമം വാല്യൂ എപ്പോഴും എവിടെ വരുന്നത്? അത് ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലാണ്. സോ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം ഒന്നുകൂടി നോക്കുക അല്ലെ. ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ആണോ? അല്ല. സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രയാണ് വാല്യൂ? ഇവിടെ 2 വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, -26ഉം -50ഉം. അപ്പൊ ശരിക്കും സി എന്ന് പറഞ്ഞ പോയിന്റിലല്ല മാക്സിമം വാല്യൂ, അത് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. സോ ആ പോയിന്റ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ആ പോയിന്റിന് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് എത്രയെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഡിസ്റ്റൻസ് കണ്ടെത്തിയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പർട്ടിക്കുലർ പോയിന്റിത്തെ ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനൊരു പേര് കൊടുക്കുകയാണ്. നമ്മൾ ABC കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഡി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കാം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് റൈറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെ കാണും? എങ്ങനെയാ കാണാം? ഒന്നുമില്ല, നമ്മൾ നേരത്തെ എഴുതിയില്ലേ ഷിയർ ഫോഴ്സ് ഇവിടെ. യെസ്, ഈ ഒരു കേസ് നോക്ക്, അല്ലെങ്കിൽ അതൊന്നും കൂടി വരച്ചിട്ട് തന്നെ എഴുതാം, ഇനി കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ടു ലൊക്കേറ്റ് പോയിന്റ് ഓഫ് 0 ഷിയർ ഫോഴ്സ്. ഓക്കെ അല്ലേ? നമ്മളെ ബീം ഒന്നുകൂടി വരക്കാം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഏകദേശം ബിന്റെയും സിന്റെയും ഇടയിലാണ് ആ പോയിന്റ് നമുക്കറിയാം. സോ ഇതാണ് ഡി എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിപ്പോ നമ്മൾ തൽക്കാലം എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിയിൽ നിന്ന് ആ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം എക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എഴുതി നോക്കാം അല്ലെ. അപ്പൊ RBയുടെ വാല്യൂ നമുക്ക് അറിയാം, അത് 70 ആണ്. അതുപോലെ RA 82 ആണ്. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. അതായത് ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്, അതിന്റെ ഒരു റിലേഷൻ. സോ എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഒരു എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ അല്ലെ.
നേരത്തെ നമ്മൾ എങ്ങനെ എഴുതിയത് ആർ ബി മൈനസ് ആ യു ഡി എൽ കാരണമുള്ള ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷന്റെ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള യു ഡി എല്ലിന്റെ വാല്യൂ എത്ര വരിക? ആ ഒരു യു ഡി എല്ലിന്റെ വാല്യൂ എത്ര വരും? നിങ്ങൾ തന്നെ ഒന്ന് പറയും. യു ഡി എൽ കാരണം ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എത്ര ഉണ്ടാവുക? നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു ഡി എല്ലിന്റെ ഇന്റൻസിറ്റി അല്ലെ 16 kN/m ആണ്. ഒരു മീറ്ററിൽ 16 kN ആണ്. നമുക്ക് അവിടെ എത്ര ലെങ്ത് വന്നിട്ടുള്ളത്? നമ്മളിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? അതിനെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 16 × x എന്ന് എഴുതിക്കൂടെ? 16x എന്ന് എഴുതിക്കൂടെ? ആർ ബി മൈനസ് 16x അതല്ലായിരിക്കും ഡി എന്ന് പറഞ്ഞ പോയിന്റിത്തെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോയിന്റിത്തെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ ഷിയർ ഫോഴ്സ് അറ്റ് ഡിന് പകരം എന്ത് ചെയ്യുക? 0 എന്ന് എഴുതാം. സോ 0 = ആർ ബി. ആർ ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 70 ആണ്. 70 മൈനസ് 16x. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെ വാല്യൂ കണ്ടെത്തിക്കൂടെ അല്ലെ? സോ എങ്ങനെ ചെയ്യാം? 70 = 16x എന്ന് കിട്ടും അല്ലെ? സോ എക്സ് = 70/16. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ എക്സിന്റെ വാല്യൂ വന്നിട്ടുള്ളത് 4.375 ആണ് കേട്ടോ. അത് എവിടുന്നതാണ്? ഫ്രം ബി. ബിയിൽ നിന്ന് 4.375 മീറ്റർ ആണ് എന്ത് എക്സിന്റെ ദൂരം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി. ഏത് വാല്യൂ അപ്പൊ നമുക്ക് കിട്ടിയത്? ഈ ഒരു വാല്യൂ അല്ലെ? എക്സിന്റെ വാല്യൂ 4.375. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബീമിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു? 8 മീറ്റർ ആയിരുന്നു അല്ലെ? അതിൽ ഈ ഒരു പോയിന്റ് ആക്ട് ചെയ്തിട്ടുള്ള എത്രയായിരുന്നു? 2 മീറ്ററിലായിരുന്നു ആ ഒരു യു ഡി എൽ അല്ല പോയിന്റിലൂടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 6 മീറ്റർ ആണ് റൈറ്റ് സൈഡിലേക്ക് ഉള്ളത്. ആ 6 മീറ്ററിൽ റൈറ്റ് സൈഡിൽ നിന്ന് 4.375 മീറ്ററിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. അപ്പൊ ആ പോയിന്റിലാണ് എന്ത് വരുന്നത്? ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരിക. ആ പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരിക. സോ നമ്മൾ ആ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ്? ആ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. സോ അതിനു മുന്നേ ഇത് ഈ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലായപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? നമ്മൾ കണ്ടെത്തിയ വാല്യൂസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ നമുക്ക് ഇനി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി അല്ലെ? മാക്സിമം ബെൻഡിങ് മൊമെന്റ്. എങ്ങനെ വേണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നേരത്തെ നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റ് ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടത് അല്ലെ? ഈ സ്റ്റെപ്പ് വെച്ചിട്ടല്ലേ? ആർ ബി × 6 അല്ലെ? അവിടെ 6 എടുക്കാൻ കാരണം എന്താണ്? സിയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം എത്രയായിരുന്നു? 6 മീറ്റർ ആണ് അല്ലെ? നമ്മളിപ്പോ കാണാൻ പോകുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ആണ് അല്ലെ? സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഈ പോയിന്റത്തെ ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്ത് ചെയ്യാം? ആർ ബി 70 kN അല്ലെ? 70 kN ഇൻറ്റു എത്ര ദൂരം ഉണ്ടാവും നമുക്ക്? ആ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം. ബിയിൽ നിന്ന് ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം എത്ര ഉണ്ടാവുക? ആർ ബി ഇൻറ്റു എക്സ് അല്ലേ ആ ദൂരം അല്ലെ? നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ എക്സ്? തൽക്കാലം സ്റ്റെപ്പ് ആദ്യം എക്സ് എന്ന് എഴുതാണ് കേട്ടോ. സോ ആർ ബി ഇൻറ്റു എക്സ് എന്ന് എഴുതി. ഇനി മൈനസ് എന്താണ്? യു ഡി എൽ കാരണമുള്ള മൊമെന്റ് അല്ലെ? യു ഡി എൽ ഇത്രയും ഭാഗത്ത് യു ഡി എൽ ഉണ്ട്. സോ അത് കാരണമുള്ള മൊമെന്റ് കാണണം. സോ മൊമെന്റ് കാണാൻ നമ്മൾ പറഞ്ഞു അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് മൊമെന്റ് അല്ലെ? മൊമെന്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. സോ ആദ്യം ഫോഴ്സിന്റെ വാല്യൂ എന്ത് വരും? ഫോഴ്സിന്റെ വാല്യൂ ഇത്രയും ഭാഗത്തുള്ള യു ഡി എല്ലിന്റെ ഫോഴ്സിന്റെ വാല്യൂ എത്ര വരിക? ആ യു ഡി എല്ലിന്റെ ഇന്റൻസിറ്റി 16 ഇൻറ്റു അത്രയും ദൂരം അല്ലെ? 16 ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി ഡിസ്റ്റൻസ് എത്ര നമുക്ക് വരിക? ആ x/2 ഉണ്ടാവും അല്ലെ? ആ എക്സിന്റെ സെന്ററിലല്ല അതിന്റെ സെന്ററോട് വരിക. അപ്പൊ സെന്ററോടിക്കുള്ള ദൂരം എത്ര ഉണ്ടാവും? എക്സിന്റെ പകുതി ഉണ്ടാവും. സോ x/2 ഉണ്ടാവും. സോ ഇൻറ്റു x/2 എന്ന് കൂടെ ഉണ്ടാവും. എന്ത് ചെയ്യാം? 16 ഇൻറ്റു എക്സ് ഇൻറ്റു x/2. ഇതാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ആർ ബിയുടെ വാല്യൂ നമുക്കറിയാം 70 ആണ്. എക്സിന്റെ വാല്യൂ 4.375 ആണ്. മൈനസ് 16 ഇൻറ്റു
4.375 into 4.375/2. സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കിട്ടും. ആ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ അല്ലേ? സോ അത് വാല്യൂ വരുന്നത് 153.125 kN/m ആണ്. ഇത്രയാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ വരിക. ഓക്കെ അല്ലേ? സോ അതാണ് മാക്സിമം വാല്യൂ വന്നിട്ടുള്ളത്. ഓക്കെ ആണെന്ന് കരുതാണ്. വാല്യൂ കണ്ടെത്തിയിൽ ഡൗട്ട് ഉണ്ടോ ചെയ്ത സ്റ്റെപ്പിൽ? ഒന്നുമില്ല, നമ്മൾ ആദ്യം എക്സ് കണ്ടെത്തി. ഓക്കെ, അരുൺ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് കണ്ടെത്തി. ആ എക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടെത്തി അല്ലെ? ജസ്റ്റ് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഇങ്ങനെയായിരുന്നു ബീം ഉണ്ടായിരുന്നത്. സോ രണ്ട് സൈഡിൽ എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നു. പിന്നെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അല്ലെ? ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള എക്സ് ഡിസ്റ്റൻസിലാണ്. സോ ആ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് 4.375 ആണ്. സോ അവിടേക്ക് വരെയുള്ള ബെൻഡിങ് മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? രണ്ട് ഫോഴ്സുകൾ അല്ലെ? ഇവിടെ വരുന്ന യു ഡി എൽ, ഈ യു ഡി എല്ലും അതുപോലെ തന്നെ ആർ ബിയും, ഈ ആർ ബിയും യു ഡി എല്ലും കാരണമുള്ള മൊമെന്റ് നമ്മൾ നോക്കി. സോ എങ്ങനെയാ നമ്മൾ കണ്ടത്? മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഈക്വൽ ടു ഒന്ന് ആർ ബി ഇൻറ്റു ഈ ദൂരം എക്സ് ദൂരം അല്ലെ? ആർ ബി ഇൻറ്റു എക്സ് മൈനസ് പിന്നെ യു ഡി എൽ കാരണമുള്ള മൊമെന്റ്. സോ യു ഡി എല്ലിന്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടെത്തി അല്ലെ? യു ഡി എല്ലിന്റെ ഇന്റൻസിറ്റി 16 ആണ്. എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്? യു ഡി എൽ എക്സ് ഡിസ്റ്റൻസിലാണുള്ളത്. ഇനി യു ഡി എല്ലിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം. സോ സെൻട്രോയിഡ് എവിടെ വരിക? ഈ എക്സിന്റെ പകുതിയിലാണ് ഉണ്ടാവുക. സോ ഈ ദൂരം എന്ന് വെച്ചാൽ x/2 ആണ്. സോ നമ്മൾ എന്ത് എഴുതി? x/2 എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. സോ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4.375 ആണ് മുകളിൽ കൊടുത്തുള്ള സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? സോ ആ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ആ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാം വരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. നേരത്തെ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ വരച്ച പോലെ തന്നെ, ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം വരച്ച പോലെ തന്നെയാണ് എന്ത് വരിക? ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാമും വരയ്ക്കേണ്ടത്. അതിന്റെ ആ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നേരത്തെ എന്താ ചെയ്തത്? ആദ്യം ബീം വരച്ചു അല്ലെ? ബീമിൽ യു ഡി എൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോയിന്റ് ലോഡും ഉണ്ട്. നമ്മൾ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ലൊക്കേറ്റ് ചെയ്യാം. കാരണം അവിടെയാണ് മാക്സിമം വാല്യൂ വന്നിട്ടുള്ളത്. സോ നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. പിന്നെ അല്ലെ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്? വാല്യൂ 0 ആണ്. സോ ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആണ്. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിലും 0 ആണ് അല്ലെ? ഇവിടെയും 0 ആണ്. സോ അത് രണ്ടും ഇവിടെ ആ ലൈനുമ തന്നെയാണ് വരിക. ഇനി ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എവിടെ വരുന്നത്? ഇതല്ലേ ഡി, ഇത് സി അല്ലെ? ഡിയുടെ വാല്യൂ എത്ര നമ്മൾ പറഞ്ഞത്? ഇപ്പോ 153.125 ആണ്. സോ അത് മാർക്ക് ചെയ്തു. ഏകദേശം ഇവിടെ വരുന്നു 153.125. യൂണിറ്റ് കൂടെ എഴുതാം, kN/m. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര നമ്മൾ വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്ര നമ്മൾ പറഞ്ഞത്? യെസ്, ഇതാണ് 132 kN/m. 132. സോ അത് മാർക്ക് ചെയ്തു. സോ അത് എവിടെ വരിക? 153ന്റെ താഴെയാണ് അല്ലേ വരിക? 132 ഏകദേശം ഇവിടെ വരും. 132 സംതിങ് അല്ലെ? 132 കറക്റ്റ് എത്രയായിരുന്നു? കറക്റ്റ് 132 തന്നെ. സോ ആ പോയിന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് കർവ് ലൈൻ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തത് അല്ലെ? ഒരു സ്ലോപ്പിംഗ് ലൈൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തത്. അതിന് പകരം ബെൻഡിങ് മൊമെന്റ് കേസിൽ എന്താ വരുന്നത്? യു ഡി എൽ വരുമ്പോൾ അത് കർവ് ആണ്. ഓക്കെ.
സോ അങ്ങനെ ഒരു കർവ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് ജോയിൻ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ വരും. ഓക്കെ ആണോ? ജസ്റ്റ് എന്നിട്ട് ആ പോയിന്റ്സ് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം, ഈ വാല്യൂസ്. ഇത്രേ ഉള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാക്സിമം വാല്യൂ ഇതാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം എഴുതുക. എന്നിട്ട് ആ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്, എക്സിന്റെ ഡിസ്റ്റൻസ് വാല്യൂ 4.375 മീറ്റർ ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗർ വരയ്ക്കുന്നതാണോ ഡൗട്ട് ഉള്ള അരുൺ കൃഷ്ണൻ? യെസ്, ഫിഗർ വരയ്ക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സിന്റെ വരച്ചില്ലേ, അതുപോലെ തന്നെ ഒരു ലൈൻ ആദ്യം വരച്ചു. ഓക്കെ, നമ്മൾ ആദ്യം ആ ഒരു ബീമിന്റെ വരച്ചു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ചു. എന്നിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റും അല്ലെ, അവിടെ രണ്ട് ഭാഗത്തും എന്താണ് ബെൻഡിങ് മൊമെന്റ് വാല്യൂ 0 ആണ്. അപ്പൊ അത് അവിടെ തന്നെ മാർക്ക് ചെയ്തു. പിന്നെ സി എന്ന് പറഞ്ഞ പോയിന്റിലും അതുപോലെ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വാല്യൂസ് നമുക്ക് കിട്ടി. സോ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്തു, അതിന്റെ വാല്യൂ ആണ് 153 പോയിന്റ് സംതിങ്. അതുപോലെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ വന്നിട്ടുണ്ടായത് 132 ആണ്. 132 അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബെൻഡിങ് മൊമെന്റിന്റെ കേസ്, ബെൻഡിങ് മൊമെന്റ് യു ഡി എൽ വരുമ്പോൾ അതെന്താണ്, കർവാണ്, അല്ലെങ്കിൽ പാരാബോള മീൻസ് പോളിനോമിയൽ ആണ് വരിക. സോ അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കർവ് ലൈൻ വെച്ചിട്ടാണ്. ഇതുപോലെ കർവിൽ വെച്ച് ജോയിൻ ചെയ്യാം. നേരത്തെ നമ്മൾ ഷിയർ ഫോഴ്സ് വരച്ചത് എങ്ങനെയായിരുന്നു, ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തത് അല്ലേ. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ കർവായിട്ട് ജോയിൻ ചെയ്യാം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് മാർക്ക് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് മാക്സിമം. അതുപോലെ ഇവിടുത്തെ വാല്യൂ മാർക്ക് ചെയ്യാം, സി എന്ന് പറഞ്ഞ പോയിന്റത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വന്നിട്ടുള്ളത്, നമ്മൾ നേരത്തെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടെത്തിയില്ലേ, സോ അത് മാർക്ക് ചെയ്യാം. ഇത്രയും കാര്യം തന്നെയുള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ ആണോ അരുണ്? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് അല്ലെ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, ഇതുപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അതിൽ കാണും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അത് പഠിക്കുക. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാം. നമുക്കിപ്പോ ഏകദേശം 1 മണിക്കൂറായി. ക്ലാസ് ഏകദേശം കരുതിയുന്നത് 1 മണിക്കൂറൊക്കെ തന്നെ ആയിരുന്നു. ഡൗട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം പുതിയ ക്വസ്റ്റ്യൻസ് ഇനി എടുക്കുന്നില്ല, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ഡിസ്കസ് ചെയ്ത ഈ ഭാഗത്ത്, ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഫിഗർ വരയ്ക്കുക. ആദ്യം ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് എടുത്ത് എഴുതുക. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആദ്യം ഫിഗർ വരയ്ക്കാൻ നോക്കുക. സ്വന്തമായിട്ട് ഫിഗർ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്ലൈഡ് ഒന്നുകൂടി എടുത്ത് നോക്കുക. സ്ലൈഡ് ഞാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം, ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യില്ലെങ്കിൽ നാളെ ഷെയർ ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ പറ്റുന്ന രീതിയിൽ നോക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷിയർ ഫോഴ്സ് കാണുന്നിടത്തോ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കാണുന്നിടത്തോ ഉണ്ടെങ്കിൽ അപ്പോൾ അത് പറയാം. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. നാളെ ഇനി ഉണ്ടാവില്ല. കാരണം നാളെ എനിക്ക് 3rd ഇയേഴ്സിന് ചിലപ്പോ സാറ്
ടോപ്പിക്സ് വേറെ ക്ലാസ് വെക്കുന്നുണ്ടാവും. എക്സാമിന് ടോപ്പിക് മൊബൈൽ ബേസ് ഓരോ ആഴ്ചയും ക്ലാസ് വന്നാൽ കൊള്ളായിരുന്നു. എക്സാമിന്റെ അത് വരെ ഓരോ ആഴ്ചയിലല്ലേ നിങ്ങൾ വെക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല സ്റ്റാഫും തിരക്കിലായി പോവാണ്, അതാണ് പ്രശ്നം. ഇമ്പോർട്ടന്റും പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊള്ളായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസിൽ ഇപ്പൊ ആകെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 2 എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും മുന്നത്തെ സിലബസ് നോക്കേണ്ടി വരും. കാരണം മുന്നത്തെ സിലബസിലും അവിടെ TS ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 സബ്ജക്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവിടെ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും TS ഉണ്ടായിരുന്നു. അവർക്ക് TS1 TS2 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒറ്റ സെമസ്റ്ററിലോട്ടാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. അതിലും കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സിലബസിൽ തന്നെയുള്ള കുറെ ടോപ്പിക്സുകൾ ഉണ്ടാവും. അപ്പൊ അതും റെഫർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഷിയർ കോഴ്സും അതുപോലെ പെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കമ്പൈനഡ് ആയിട്ട് ലോഡ് വരുമ്പോൾ ഇപ്പം ഇതിൽ തന്നെ പോയിന്റ് ലോഡും UDL വന്നില്ല. അതുപോലെ തന്നെ വേറെ ഇതിലോട്ട് വരത്തില്ല, ബീമിലോട്ടൊക്കെ വരുമ്പോൾ വേറെ ബീം എന്ന് പറയുമ്പോൾ ഇനി ഇത് ഇത്ര തന്നെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. കമ്പൈൻഡ് ആയിട്ട് UDL-ഉം അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ പോയിന്റ് ലോഡും ഇത്ര തന്നെ വരാറുള്ളൂ. പിന്നെ ഇനിയിപ്പോ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സിംപ്ലി സപ്പോർട്ട് ബീമിന് പകരം എന്ത് വരും? കാൻഡിലിവർ ബീം വരും. ഓക്കെ, കാൻഡിലിവർ ബീം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പോയിന്റ് ലോഡ് തരും, അതുപോലെ തന്നെ ഒരു UDL തരും, അങ്ങനെ തരും. ഇനി അതല്ല തന്നെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? പോയിന്റ് ലോഡ് ഒന്ന് ആക്ട് ചെയ്തു, പിന്നെ UDL ത്രൂ ഔട്ട് ഉണ്ടാവില്ല, ചിലപ്പോ കുറച്ച് ഭാഗത്തേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യനിൽ പറയും കേട്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ് ചെയ്യാനുള്ളത്. അതിന്റെ രീതി മാറുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ വാല്യൂസിൽ മാറ്റം വരും. അതിനനുസരിച്ച് ആ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ആ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മാറ്റം ഉണ്ടാവും. ജസ്റ്റ് അതിന്റെ വേരിയേഷൻ, മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. സാർ അതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നോക്കിയ ഡൗട്ട് ഉള്ളത് നോക്കായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ നോക്കിക്കോളി. ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നോക്കി എന്നിട്ട് അതിൽ ഏതെങ്കിലും ഡൗട്ടുള്ള ചോദിച്ചോളി, നമുക്ക് പറയാം, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അടുത്ത ക്ലാസ് എന്നായിരിക്കും നോക്കാം, നമുക്ക് ഗ്രൂപ്പിൽ പറയാം അടുത്ത ക്ലാസ് എന്താണെന്നുള്ളത്. അരുൺ ഏതാ കോളേജ് ഏതാ? SM പോളിടെക്നിക്ക്. സപ്ലൈ സാറേ, ബാക്കി എല്ലാ വിഷയവും നല്ല മാർക്ക് കിട്ടി. പക്ഷെ പാസ് ഔട്ട് ആവല ഇതായിരുന്നു, ഈ വർഷമായിരുന്നു. പക്ഷെ ഇത് എന്തോ ഭയങ്കര പാട് എനിക്ക്. ബാക്കിയുള്ള വിഷയം കിട്ടി. ആകെ ഈ ഒരു സപ്ലൈ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്? നമ്മൾ മൊഡ്യൂൾ 1 ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊഡ്യൂൾ 1 ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. പിന്നെ അതിന് പുറമെ വന്നിട്ടുള്ളതാണ് ഷിയർ സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷനും, പിന്നെ അതുപോലെ തന്നെ മറ്റേ ബെൻഡിങ് മൊമെന്റ് എന്ന് വെച്ചാല് വാല്യൂസ് അല്ലെ, ആ ഒരു സെക്ഷൻ മോഡൽസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടെ ഉണ്ടാവും മൊഡ്യൂൾ 1. നമുക്ക് എല്ലാതും കൂടി ഇപ്പോൾ ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും പറഞ്ഞത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ക്ലാസ്സിലും കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലും ജസ്റ്റ് ഐഡിയാസ് ഉണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. പറ്റുന്ന രീതിയിൽ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 9:30 കഴിഞ്ഞില്ലേ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.